ഇന്നത്തെ അറിയിപ്പുകൾ. ഓണത്തെ വരവേൽക്കാൻ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും കിറ്റുകളും വിപണിയിൽ. 1000 രൂപ, 500 രൂപ എന്നിങ്ങനെ 2 തരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. 18 ഇനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ്, 10 ഇനങ്ങളടങ്ങിയ സമൃദ്ധി മിനി കിറ്റ്, 9 ശബരി ഉൽപ്പന്നങ്ങളടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ. കൂടാതെ 500 രൂപയുടെയും 1000 രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ്. ഗിഫ്റ്റ് കാർഡുകൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ 31 വരെ വാങ്ങാം. ഓണത്തോടനുബന്ധിച്ച് 1225 രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് 1000 രൂപയ്ക്കും 625 രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് 500 രൂപയ്ക്കും 305 രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് 229 രൂപയ്ക്കുമാണ് സപ്ലൈകോ നൽകുന്നത്. ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന സംഘടനകൾക്കും പുതിയ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി ചൊവ്വാഴ്ച അവസാനിക്കും. പേര് ചേർക്കാനും നീക്കം ചെയ്യാനും ചൊവ്വാഴ്ച കൂടി അപേക്ഷിക്കാം. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നത്. പുതുതായി പേര് ചേർക്കുന്നതിനും അപേക്ഷ ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം. വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റൌട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ടോ നേരിട്ടോ തപാലിലൂടെയോ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം. ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്കും അപേക്ഷിക്കാം. പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിമാന ടിക്കറ്റ് നിരക്കിൽ വമ്പൻ ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇളവുകൾ ബാധകമാണ്. ഫ്രീഡം സെയിലിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളിലായി 50 ലക്ഷം സീറ്റുകളാണ് ഓഫർ ചെയ്യുന്നത്. ആഭ്യന്തര യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ 1279 രൂപ മുതലാണ് തുടങ്ങുന്നത്. അന്താരാഷ്ട്ര ടിക്കറ്റ് നിരക്കുകൾ 4279 രൂപ മുതലും തുടങ്ങുന്നു. UAE-യിലേക്കും ഓഫർ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും. ഇന്ത്യയിൽ നിന്ന് അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ഓഫർ ലഭ്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ എയർലൈനിന്റെ വെബ്സൈറ്റ് വഴിയും ആപ്പിലൂടെയും ഓഫർ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 വരെയാണ് കാലയളവ്. ഓഗസ്റ്റ് 19 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള യാത്രകൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകും. ഓണം, പൂജ അവധി, ക്രിസ്മസ് ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിലും ഈ കാലയളവിൽ ഉൾപ്പെടുന്നത് പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിലമ്പൂർ കോട്ടയം, നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസുകളിൽ 2 അധികം കോച്ചുകൾ അനുവദിച്ചു. റൂട്ടിലെ തിരക്ക് പരിഗണിച്ചാണ് നടപടി. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസിൽ 15 മുതലും കോട്ടയം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസുകളിൽ 16 മുതലും അധിക കോച്ചുകൾ ഉണ്ടായിരിക്കും. ഇതോടെ ഈ ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം 14 നിന്ന് 16 ഉയരും. ഈ ലിങ്കിൽ ഓടുന്ന കോട്ടയം കൊല്ലം പാസഞ്ചർ, കൊല്ലം ആലപ്പുഴ പാസഞ്ചർ, ആലപ്പുഴ കൊല്ലം പാസഞ്ചർ, കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ, തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ എന്നിവയിലും കോച്ചുകളുടെ എണ്ണം കൂടും. ഈ ട്രെയിനുകളിൽ 17 മുതലായിരിക്കും അധിക കോച്ചുകൾ ഉണ്ടായിരിക്കുക. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ തിരക്ക് പരിഗണിച്ചാണ് ട്രെയിനിൽ 2 റിസർവ് സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകൾ കൂടി അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അസാപ് കേരളയുടെ പ്ലേസ്മെന്റ് പോർട്ടലിലൂടെ കിലയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് ഇന്റേൺഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെയുള്ള ബിടെക് ബിരുദമാണ് കുറഞ്ഞ യോഗ്യത. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 15.